ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അമ്മൂസ് മന്ത്ര. പുട്ടിന് പീര എന്ന പോലെ കുക്കിംഗ് വീഡിയോസിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡ്രസ്സ് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ അത് എത്ര നല്ല കാര്യമാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മിറർ വർക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സൽവാറാണ് ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും എടുക്കാം, സാരിയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാത്ത ഫാബ്രിക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു പ്ലെയിൻ മെറൂൺ സൽവാറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഷിഫോൺ ടൈപ്പ് ഫാബ്രിക് ആണ്. നമുക്ക് ഏത് ഫാബ്രിക്കിലും ഇത് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മിറർ അറ്റാച്ച് ചെയ്യാനുള്ള ഫ്രെയിമും വേണം. ഇത് രണ്ടും നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. പല വലുപ്പത്തിൽ പല ഡിസൈനിലുള്ള മിററുകളുണ്ട്, അതിന് ചേരുന്ന ഫ്രെയിമുകളും ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള മിററും അതിന് ചേരുന്ന ഒരു ഫ്രെയിമുമാണ് എടുത്തിട്ടുള്ളത്. മിററും ഫ്രെയിമും സെലക്ട് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, മിററിന് ചേരുന്ന ഫ്രെയിം വേണം സെലക്ട് ചെയ്യാനായിട്ട്. മിററിനേക്കാളും ഒത്തിരി വലിപ്പം കൂടിയതോ വലിപ്പം കുറഞ്ഞതോ ആയ ഫ്രെയിം സെലക്ട് ചെയ്യരുത്. ആ മിററിന് ചേരുന്ന ഫ്രെയിം തന്നെ വേണം. പല നിറത്തിലുള്ള ഫ്രെയിംസ് നമുക്ക് കിട്ടും. നമുക്ക് ഈ മിററും ഫ്രെയിമും വെച്ച് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ആ സൽവാറിൻ്റെ യോക്ക് പാർട്ടിൽ മാത്രമാണ് ഈ മിറർ വർക്ക് ചെയ്യുന്നുള്ളൂ. നമുക്കത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യാം. അതിന് കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേപ്പ് വെച്ച് കറക്റ്റ് അളവിൽ ഗ്യാപ്പ് ഇട്ട് എവിടെയാണോ മിറർ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് പോയിന്റ് ചെയ്യാൻ പോവുകയാണ് ഒരു ചോക്ക് വെച്ചിട്ട്. ഞാനിപ്പം എല്ലാ പോയിന്റ്സും ഒരു ചോക്ക് വെച്ച് പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ പോയിന്റ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്കും താഴേക്കും സൈഡുകളിലേക്കും എല്ലാം 2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ പോയിന്റുകൾ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ മിറർ പ്ലേസ് ചെയ്യാം. ആ മിററിന് മുകളിൽ ഫ്രെയിമും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ക്യാമലിൻ്റെ ഫാബ്രിക്കാന്ന് പറയുന്ന ഒരു ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ ആ കറക്റ്റ് ആ പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ആ മിററിനെ ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്യുകയാണ്, ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഓരോ മിററും കയ്യിലെടുക്കുക. അതിൻ്റെ ഒട്ടവശത്ത് തുണിയുമായി ചേർന്നിരിക്കേണ്ട വശത്ത് ഒരു ഡ്രോപ്പ് ഗ്ലൂ വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഒരുപാട് ഗ്ലൂ ചേർത്ത് കൊടുക്കരുത്, കാരണം ഈ തുണിയുടെ ഇടയിലൂടെ ആ ഗ്ലൂ താഴോട്ടിറങ്ങി 2 തുണിയും കൂടി ഒട്ടിപ്പോവും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 തുണികളുടെ ഇടയ്ക്ക് ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ എല്ലാ മിററുകളും ആ പോയിന്റുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. 2 ഫാബ്രിക്കും തമ്മിൽ കൂട്ടി ഒട്ടിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലൈനിൽ മിറർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്രെയിം അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ ചീത്ത വശത്ത് ഗ്ലൂ തേച്ച് നമുക്ക് ഈ മിററിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഫ്രെയിം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് എക്സ്ട്രാ നൂലുകളുണ്ടാവും, അത് കാണാൻ അഭംഗിയാണ്. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള നൂലുകളെല്ലാം ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ആ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഗ്ലൂ വെച്ച് നമ്മുടെ ഫാബ്രിക്കിൽ ഒട്ടിക്കാനായിട്ട്. ഈ ഫ്രെയിമിന് നല്ല വശവും ചീത്ത വശവും ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ഉരുണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട്, അതാണ് അതിൻ്റെ നല്ല വശം. ഇതാണ് അതിൻ്റെ നല്ല വശം. ഇനി പരന്നിരിക്കുന്ന ഭാഗമുണ്ട്, അതാണ് അതിൻ്റെ ചീത്ത വശം. പരന്നിരുന്നാൽ മാത്രമല്ല നമുക്ക് ഫാബ്രിക്കിലേക്ക് അത് പതിഞ്ഞിരിക്കുള്ളൂ. പരന്നിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ മിററിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ ഫ്രെയിമും ഗ്ലൂ തേച്ച് മിററിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതിയാകും, കാരണം അത്ര പെട്ടെന്നൊന്നും അത് പറഞ്ഞു പോകില്ല. എങ്കിലും ഒരു ഉറപ്പിന് വേണ്ടി നമുക്ക് സൂചിയും നൂലും വെച്ച് ഓരോ ഫ്രെയിമും തുണിയുമായി ചേർത്ത് നമുക്ക് തുന്നി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പം ആ ചുരിദാർ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ മിററുകളും എല്ലാ ഫ്രെയിമുകളും പ്ലേസ് ചെയ്തു. ആ മിററുകളുടെ ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് മുത്തുകൾ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മുത്ത് വെച്ച് ജസ്റ്റ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, സൂചി നൂലും വെച്ച് തന്നെ. കുഞ്ഞു മുത്തുകളാണ്, ഒരുപാട് വലിയ മുത്തൊന്നുമല്ല, തീരെ കുഞ്ഞു മുത്താണ്. ഒരു ആൻറ്റിക് ടൈപ്പ് മുത്താണ്, വലിയ ഗോൾഡൻ കളറൊന്നും ഇല്ലാത്ത ഒരു ആൻറ്റിക് ടൈപ്പ് മുത്താണ്. 3 വെച്ച് ഞാൻ സൂചി നൂലും വെച്ച് തുന്നി വെച്ചതാണ്. ഈ മുത്തുകൾ തുന്നി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓരോ ഫ്രെയിമും നമ്മൾ മിററിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഓരോ ഫ്രെയിമും ഞാൻ ആ തുണിയുമായി ജസ്റ്റ് ഒന്ന് തുന്നി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉറപ്പ് കിട്ടും, ഒരിക്കലും അത് തുണിയിൽ നിന്ന് വിട്ടുപോകില്ല.
ഇത്രയേ ഉള്ളൂ നമ്മുടെ മിറർ വർക്ക്. വളരെ ഈസിയാണ്. ഞാനിപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡിസൈൻ ചെയ്യാം. ഇനിയും എക്സ്ട്രാ ഉള്ള മിററും ഫ്രെയിമും വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്ലീവ്സിൻ്റെ അറ്റത്തെല്ലാം ഈ മിറർ വെച്ച് വർക്ക് ചെയ്യാം. ഞാനിവിടെ അങ്ങനെ ചെയ്തില്ല, പകരം ആ മുത്ത് വെച്ച് തന്നെ ചെറിയൊരു വർക്ക് ചെയ്യുമായിരുന്നു. അതായത് ഓരോ മുത്തും സൂചിയിലും നൂലിലും കോർത്ത് തുന്നി കൊടുക്കുമായിരുന്നു. കുറച്ച് ഒരു ക്ഷമ വേണമെന്നേ ഉള്ളൂ. എളുപ്പമാണ്. നമ്മൾ ഡിസൈൻ ചെയ്ത, നമ്മൾ വർക്ക് ചെയ്ത ആ ഡ്രസ്സ് നമുക്ക് ഇടുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ ആയിരിക്കും. സൽവാറിൽ മാത്രമല്ല, സാരി ബ്ലൗസിലോ സാരികളിലോ ഒക്കെ ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രുചിയേറുന്ന നല്ലൊരു റെസിപ്പിയുമായി അമ്മൂസ് മന്ത്രയിലെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.